തോൽവികളിൽ നിന്നും ഉയർത്തെഴുന്നേൽക്കുന്നതിനേക്കാൾ വലിയ ലഹരി ഈ ലോകത്തില്ല. ഒരിക്കൽ തങ്ങളെ പരിഹസിച്ചവരുടെ കണ്ണിലേക്ക് നോക്കി തങ്ങൾ തന്നെയാണ് ഈ കാൽപന്ത് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ തന്നെയാണ് സ്കലോണിയുടെ പടയാളികൾ അമേരിക്കയിലേക്ക് വരുന്നത്. ഇത് വെറും ഒരു കളിയല്ല, ഇതൊരു ഇതിഹാസമാണ്. മഹാഭാരതത്തിലെ പാണ്ഡവരെ പോലെ ദശകങ്ങളോളം അനുഭവിച്ച വനവാസത്തിൻ്റെയും ചൂതുകളിയിൽ തോറ്റവരെ പോലെയുമുള്ള അപമാനങ്ങളുടെയും ലോകത്തിൻ്റെ മുഴുവൻ പരിഹാസങ്ങളുടെയും കനൽ വഴികൾ താണ്ടി വന്ന ഒരു ജനതയുടെ ധർമ്മയുദ്ധത്തിൻ്റെ കഥയാണിത്. ഒരു കാലത്ത് കാൽപന്തിൻ്റെ ഈശാന കോണിൽ വാണിരുന്ന സാമ്രാജ്യമായിരുന്നു അർജന്റീന. എന്നാൽ കാലം അവർക്ക് സമ്മാനിച്ചത് 3 പതിറ്റാണ്ടിലധികം നീണ്ട ശാപമോക്ഷമില്ലാത്ത വനവാസം തന്നെയായിരുന്നു. ഫൈനലുകളിൽ കാലിടറി വീഴുമ്പോൾ, കിരീടത്തിന് തൊട്ടരികിൽ വെച്ച് കണ്ണീരോടെ മടങ്ങുമ്പോൾ ലോകം അവരെ നോക്കി അട്ടഹസിച്ചുകൊണ്ടിരുന്നു. ഇവർ ശാപഗ്രസ്തരാണ്, ഇവർക്ക് തോൽക്കാൻ മാത്രമാണ് വിധി. തങ്ങളുടെ ലയണൽ മെസ്സിയെപ്പോലും അവർ തുടർച്ചയായ പരാജയങ്ങളുടെ രാജകുമാരനെന്ന് വിളിച്ചുകൊണ്ട് പരിഹസിച്ചു. ഒരു ഘട്ടത്തിൽ ആ നിരാശയുടെ ഭാരത്താൽ കളിമുറ്റം തന്നെ ഉപേക്ഷിക്കുവാൻ ആ മനുഷ്യൻ നിർബന്ധിതനായി. അത് പാണ്ഡവരുടെ അജ്ഞാതവാസം പോലെ തന്നെയായിരുന്നു. നായകനും ടീമും ഒന്നിച്ച് നിശബ്ദതയുടെ ഇരുട്ടിലേക്ക് മറഞ്ഞുപോയ നാളുകൾ. എന്നാൽ ഇതിഹാസങ്ങൾ അവസാനിക്കുന്നത് കണ്ണീരിലല്ല, കനലിലാണ്. തളർന്നിരുന്ന അർജന്റീനൻ സൈന്യത്തിലേക്ക് ലയണൽ സ്കലോണി എന്ന പരിശീലകൻ്റെ തന്ത്രങ്ങൾ കൂടിച്ചേർന്നപ്പോൾ കഥ അപ്പാടെ മാറി. പരിഹാസങ്ങളുടെ കല്ലെറിഞ്ഞ ലോകത്തിന് മുന്നിൽ അവർ ഗാന്ധിയും ഉയർത്തി വീണ്ടും വന്നു. ആദ്യം കോപ്പ അമേരിക്കയുടെ മണ്ണ് കീഴടക്കി അവർ ശാപമോക്ഷത്തിൻ്റെ ആദ്യ അധ്യായം കുറിച്ചു. പിന്നീട് ഖത്തറിലെ മണലാരണ്യത്തിൽ സാക്ഷിയാക്കി ആ മഹായുദ്ധത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായ പോരാട്ടത്തിനൊടുവിൽ ഫ്രാൻസിനെ നിലംപരിശാക്കി അവർ ലോക കിരീടം ചൂടി. അന്ന് ലയണൽ മെസ്സി ആ സ്വർണ്ണക്കപ്പിൽ മുത്തമിട്ടപ്പോൾ ആത്മനിർവൃതി കൊണ്ടത് ഈ ലോകത്തിലെ, എന്തിന് കേരളത്തിലെ അയാളെ ജീവനോളം ആരാധിച്ചിരുന്ന ഒരു വലിയ ജനതയാണ്. നഷ്ടപ്പെട്ടു പോയ തങ്ങളുടെ ഇന്ദ്രപ്രസ്ഥം തിരിച്ചു പിടിച്ച അർജുൻ്റെ ഗാംഭീര്യത്തോടെ തന്നെയായിരുന്നു അന്ന് അയാൾ സ്വർണ്ണക്കിരീടം ഈ ലോകത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ചത്. ലോകം മുഴുവനെന്ന കാവ്യനിധിക്ക് മുന്നിൽ തലകുനിച്ചു. തോൽവികളിൽ നിന്നും ഉയർത്തി നിൽക്കുന്നേക്കാൾ വലിയൊരു ലഹരി ഈ ലോകത്തില്ല. ഒരിക്കൽ തങ്ങളെ പരിഹസിച്ചവരുടെ കണ്ണിലേക്ക് നോക്കി തങ്ങൾ തന്നെയാണ് ഈ കാൽപന്ത് സാമ്രാജ്യത്തിൻ്റെ അധിപന്മാർ എന്ന് വീണ്ടും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കാൻ തന്നെയാണ് സ്കലോണിയുടെ പടയാളികൾ അമേരിക്കയിൽ വരുന്നത്. ആവനാഴിയിലെ പുതിയ തന്ത്രങ്ങളും നെഞ്ചിലടങ്ങാത്ത ആവേശവുമായി അർജന്റീന ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് അവിശ്വസിക്കാൻ തോന്നുന്നുവെങ്കിൽ തുടർന്നുകൊണ്ടേയിരിക്കുക. അതിനു മുകളിൽ ഒരിക്കൽ കൂടി കിരീടമുയർത്തി നിങ്ങൾക്ക് ഞങ്ങൾ നിൽക്കുന്നത് ദർശിക്കാം. ഈ വിജയഗാഥയ്ക്ക് പിന്നിൽ ലയണൽ സ്കലോണി എന്ന തന്ത്രശാലിയായ ശില്പിയുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. കോപ്പ അമേരിക്കയും ഫൈനലിസമയും ലോകകപ്പും ഒന്നിനൊന്നായി പുറകെ അർജന്റീനയുടെ മണ്ണിലേക്ക് എത്തിച്ച ആ മാസ്റ്റർ ബ്രെയിൻ. തോൽക്കാൻ മനസ്സിലാത്ത ഒരു പോരാളി പറ്റത്തെ തന്നെയാണ് അദ്ദേഹം ഇത്തവണയും വാർത്തെടുത്തിരിക്കുന്നത്. അതായത് തോൽക്കാനല്ല അമേരിക്കയിലേക്ക് എത്തുന്നത് എന്ന് സാരം. അദ്ദേഹത്തിൻ്റെ തന്ത്രങ്ങൾ തന്നെയാണ് ഇത്തവണയും അവരുടെ ഏറ്റവും വലിയ ആയുധവും. അതുകൊണ്ട് തന്നെ ഈ വേൾഡ് കപ്പ് ഒരിക്കൽ കൂടി തങ്ങളുടെ ഷെൽഫിലെത്തിക്കാനുള്ള പദ്ധതിയുമായി തന്നെയാണ് അർജന്റീനയുടെയും ലയണൽ മെസ്സിയുടെയും വരവ്.